ഹലോ, ദിസ് ഈസ് ശരത് ചന്ദ്രൻ ഫ്രം ക്യാമ്പസ് മാൻ. ഇപ്പോഴും പല പേരൻസിനും സ്റ്റുഡൻസിനും ഡൗട്ട് ഉണ്ട്, എന്താണ് ഈ ക്യാമ്പസ് മാൻ എന്നുള്ളത്. ശരിക്കും നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഒത്തിരി പേരൻസിനും സ്റ്റുഡൻസിനും ഇപ്പോഴും കരിയറെ പറ്റിയും എഡ്യൂക്കേഷനെ കുറിച്ചും ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ശരിക്കും നമ്മുടെ കരിയർ ജേണിയിൽ എവിടെയാണ് തെറ്റുകൾ പറ്റാറുള്ളത്? നമുക്ക് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ഒരു ചെറിയ കഥ പരിചയപ്പെടാം. ചെറുപ്പം മുതലേ കാറുകളോടും ബൈക്സുകളോടും, അതായത് ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയോടും വളരെയധികം ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു കുട്ടി, ഒരു ഓട്ടോമോട്ടീവ് എന്തൂസിയാസ്റ്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സോ അവൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് +2 ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കോഴ്സ്, ഒരു ഹയർ എഡ്യൂക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് പഠിക്കണം, അതിനുള്ളിൽ അവൻ്റെ കരിയർ ഫൈൻഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു അവൻ്റെ ഒരു സ്വപ്നവും ആഗ്രഹമൊക്കെ. സോ അവൻ കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് അങ്ങനെയുള്ളൊരു കോഴ്സാണ് തിരഞ്ഞെടുത്തിരുന്നത്. പക്ഷേ ചില പേരൻസും സൊസൈറ്റിയും പറയും ഗോ വിത്ത് ദ ട്രെൻഡ്. അപ്പം തന്നെ ആ കുട്ടി കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആവുകയാണ്, അവൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ എന്താണ് ഈ ട്രെൻഡ്? നഴ്സിംഗ് ആണോ? കമ്പ്യൂട്ടർ റിലേറ്റഡ് കോഴ്സുകളാണോ? പാരാമെഡിക്കൽ കോഴ്സുകളാണോ? ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള കോഴ്സസ്. എന്താണ് ഈ സ്കോപ്പ്? ഒരു കോഴ്സിനാണോ സ്കോപ്പ്? എന്നാൽ ഇതൊന്നും അല്ല ഫാക്റ്റ്. ഒരു കോഴ്സ് പഠിച്ച ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിനാണ് സ്കോപ്പ്. സോ ഫൈനലി വാട്ട് വിൽ ഹാപ്പൻ? ഈ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ ജോബ് കിട്ടില്ല എന്നൊരു മിസ്കൺസെപ്റ്റിൻ്റെ പുറത്ത് ഈ പേരൻസും ഈ സൊസൈറ്റിയും പിന്നെ ആരുടെയൊക്കെയോ വാക്ക് കേട്ടിട്ട് ഇതേ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിച്ച കുട്ടികളുടെ ഫീഡ്ബാക്കും കൂടെ കേട്ട് കഴിയുമ്പോൾ ആ കുട്ടിയുടെ കംപ്ലീറ്റ് കോൺഫിഡൻസും പോകും. എഗെയിൻ അവൻ കൺഫ്യൂസ്ഡും ആവും. അറ്റ് ദ എൻഡ് അവൻ ഏത് കോഴ്സ് ചൂസ് ചെയ്താലും അവൻ്റെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് ഓട്ടോമൊബൈൽ ആയതുകൊണ്ട് തന്നെ അവൻ്റെ ഗൂഗിൾ ഹിസ്റ്ററിയും യൂട്യൂബ് ഹിസ്റ്ററിയും അവൻ്റെ ഫ്രണ്ട്സ് നെറ്റ്വർക്കും വാട്സപ്പ് ഗ്രൂപ്പുകളും എല്ലാം ഈ ഓട്ടോമോട്ടീവ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും. ഒരു പക്ഷേ അവൻ ഓട്ടോമൊബൈൽ തന്നെ ചൂസ് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ ഈ ഓട്ടോമോട്ടീവ് ടെക്നിക്കൽ ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം, ഒരുപാട് ടെക്നോളജി അപ്ഗ്രേഡ് ആയിരിക്കാം. സോ ഈ ടെക്നോളജി പഠിക്കാൻ ആഗ്രഹിച്ച ഒരു ബഡിനെയാണ് നമ്മുടെ സൊസൈറ്റിയും ഈ പറയുന്ന ട്രെൻഡുകളെല്ലാം ചേർന്ന് നശിപ്പിച്ചത്. ഓൺലി ബിക്കോസ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിച്ച ജോബ് കിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്. സോ ഇനിയെങ്കിലും നിങ്ങൾ ഒരിക്കലും ട്രെൻഡിൻ്റെ പുറകെയും സൊസൈറ്റി പറയുന്നത് കേട്ട് കരിയർ ചൂസ് ചെയ്യരുത്. നിങ്ങളുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കി, നിങ്ങളുടെ താല്പര്യം മനസ്സിലാക്കി, നിങ്ങൾക്ക് ഏത് ഫീൽഡിൽ എത്തണമെന്ന് നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ഒരു കാര്യത്തെ മുൻഗണന കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ കരിയർ ചൂസ് ചെയ്യണം. ഒരിക്കലും ഒരു വ്യക്തി ഒരു കോഴ്സ് പഠിച്ചു, അവൻ അതിനകത്ത് സക്സസ് ആവാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് കോഴ്സിനെ കുറ്റപ്പെടുത്തുകയും മറ്റൊരാൾ ആ കോഴ്സ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ അതിനകത്ത് രക്ഷപ്പെടത്തില്ല എന്നുള്ള രീതിയിൽ വിധി എഴുതുന്നത് തെറ്റാണ്. നിങ്ങൾ ശരിക്കും ഒന്ന് ഇരുന്ന് ചിന്തിച്ച് നോക്കിയേ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമല്ലേ? ഓരോ കോഴ്സുകൾക്ക് ഓരോ ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കിയാണ് നമ്മൾ കോഴ്സ് ചൂസ് ചെയ്യേണ്ടത്. പല കുട്ടികളും പല കോഴ്സുകളും ചൂസ് ചെയ്തിട്ട് അതിനകത്തൊരു കരിയർ ഫൈൻഡ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് പല ആൾക്കാരുടെയും പ്രഷറിലും പല ആൾക്കാരുടെയും പുഷും ഫോഴ്സും കൊണ്ട് കോഴ്സ് എടുത്ത കുട്ടികളാണ് നമ്മുടെ ഈ മാർക്കറ്റിൽ കൂടുതലും. സോ അതുകൊണ്ടാണ് അവർക്കൊരു പ്രോപ്പർ കരിയർ അതിനകത്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റാതെ വന്നത്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മാക്സിമം നിങ്ങളുടെ ഇൻട്രസ്റ്റും നിങ്ങളുടെ താല്പര്യങ്ങളും മനസ്സിലാക്കി നിങ്ങളുടെ കോഴ്സുകളും കരിയറും ചൂസ് ചെയ്യുക. സോ താങ്ക് യു ഗൈസ്. ദിസ് ഈസ് എ ക്യാമ്പസ് മാൻ സൈനിങ് ഓഫ്.